യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇതാര് ഈ സമയത്ത്? അമ്മയോ? അമ്മ എന്ത് ഇത്ര രാവിലെ? എങ്ങനെയാമ്മ വന്നേ? എന്താ അമ്മ പ്രശ്നം? എന്താ ഇങ്ങനെ വിഷമിക്കുന്നേ? നമുക്കെല്ലാം പോയി മോളെ, എല്ലാം പോയി. അമ്മ ടെൻഷൻ അടിക്കാതെ കാര്യം പറ. ഇനിയുള്ള കാലം മുഴുവൻ നമ്മൾ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന തോന്നുന്നേ. നമുക്ക് രണ്ടുപേർക്കും ആരും ഇല്ലാണ്ടായിടി. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും ആയിട്ട് വഴക്കിട്ടോ? വഴക്കിടാനോ? വഴക്കിടാൻ ഞാനാരാ? നമ്മുടെ വീടല്ലേ അത്. ഇപ്പൊ അതെ പഞ്ചരത്നം വീട് പോലായി. ഏട്ടത്തിന്റെ ആൾക്കാർ മുഴുവനും അവിടെ ഉണ്ട്. അവരെല്ലാം കൂടെ കൂടി നിന്ന് നാടകം കളിക്കും അവിടെ. നിന്റെ ഏട്ടനാണെങ്കിലോ എല്ലാ സമയത്തും ഭാര്യയുടെ മോന്തയ്ക്ക് നോക്കി അവിടെ തന്നെ നോക്കിയിരിക്കുക. നിനക്കറിയോ മോളെ, ഞാൻ എവിടുന്ന് ചെന്നിട്ട് എന്തിനൊരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. സത്യമാണോ അമ്മേ? അതെ. ആ ശബരി വന്നതിനോട് കഴിച്ചൊന്നെങ്കിലും ചോദിച്ചു. പക്ഷെ ഇന്ദ്രൻ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെയാ അവന്റെ അമ്മായിപ്പന്റെ കൂടെ പോയത്. അനുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ അവളുടെ കുടുംബക്കാർ മുഴുവനും അങ്ങോട്ട് വന്നു. എല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കി. ഞാൻ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും ഒരാളും ഓർത്തില്ല. അമ്മ വിഷമിക്കാതെ. വിഷമിക്കാതെ പിന്നെ? നമ്മുടെ സ്വന്തം വീട്ടിൽ അനാഥയെ പോലെ എനിക്ക് ഇരിക്കേണ്ടി വന്നില്ലേ? ദൈവമേ, എന്തൊക്കെയാ ഇത്? ഇത് നടന്നു കഴിഞ്ഞത് നീ കേക്ക്. ഞാൻ മനസ്സ് തകർന്ന് അന്ന് രാത്രി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോണോന്നറിയാതെ നടന്നു പോകുമ്പോ റോഡിൽ വെച്ച് എൻ്റെ ഒരു പഴയ കൂട്ടുകാരിയെ കണ്ടു. അവളെന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രിയിൽ അവിടെ ആയിരുന്നു. അവിടെ നിന്നാ ഇപ്പൊ വരുന്നത്. എന്നിട്ട് അമ്മ അവിടുന്ന് പോകുന്നത് ആരും അറിഞ്ഞില്ലേ? എങ്ങനെ അറിയും? ഞാൻ അവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ലല്ലോ. അമ്മ ഇങ്ങനെ കരയാതമ്മേ. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എനിക്ക് നെഞ്ചു പൊട്ടുന്നു മോളെ. എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ച എന്റെ മോനും എന്നെ മറന്നു. അവനിപ്പോ ഞാൻ വേണ്ടാത്തവളായി. അമ്മ കരയാതെ, എനിക്കിത് സഹിക്കില്ല. എന്റെ മോളെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. കരയാതമ്മേ. ഇന്ദ്രനും അനുവിനും ചായ കൊടുത്തോ അമ്പിളി? ഇല്ലച്ചാ, എന്തോ അവരെ മുറിച്ചെന്ന് വിളിക്കാനൊരു പേടി. അവര് പുറത്തു വരുമ്പോ ചായ കൊടുക്കാം. അതു മതി. ഇന്ദ്രൻ ഇപ്പോഴും അമ്മ പോയതിന്റെ ചൂടിലാവും. സുശീലയെ വിളിച്ച് സംസാരിക്കാതെ അവന്റെ മനസ്സ് നേരെയാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം മുറിയിലുണ്ടോ ഭാനുമ്മ? സത്യൻ രാവിലെ തന്നെ കടയിലേക്ക് പോയല്ലോ. അല്ലച്ച, രഘുവേട്ടനാണല്ലോ. ഇതെന്താ രാവിലെ തന്നെ? അവൻ കമ്പനിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ കേറാമെന്ന് വിചാരിച്ചിട്ട് പോന്നായിരിക്കും. എന്നാൽ ഇത്ര രാവിലെ തന്നെ? ആ, നീ ആ ചായ അവന് കൊടുക്കമ്പിളി. രഘുവേട്ടാ, സത്യനെടുത്ത ചായ. അവൻ കടയിൽ പോയി. രഘുവേട്ടൻ കുടിച്ചോ? എനിക്ക് വേണ്ട അമ്പിളി. നീ കൊണ്ടുവച്ച് വേഗം ഇറങ്ങാൻ നോക്ക്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അതെങ്ങനെയാ രഘു? അമ്പിളി ഇവിടുന്ന് അങ്ങോട്ട് വന്നാ അനുവിന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? 2 ദിവസമെങ്കിലും നമ്മൾ അവൾക്ക് വേണ്ടി ഇവിടെ നിൽക്കണ്ടേ? എന്താ രഘുവേട്ടാ? രഘുവേട്ടൻ എന്തോ ഒരു വിഷമം പോലെ. അല്ല, ചീരു മഞ്ചാടി വീട്ടിലുണ്ടല്ലോ. പിന്നെന്തിനാ ഇപ്പൊ എന്നെ വിളിക്കാൻ വന്നത്? ആ,
രഘു ചിലപ്പോ ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും. ദേ, നീ ഇന്ദരനെങ്ങാനും വിളിച്ചായിരുന്നു രഘു? ഏയ് ഇല്ല. അല്ല, ഇന്നലെ രാത്രി എന്താ ഇവിടെ നടന്നേ? എന്താ അമ്മാവ, എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഏയ്, പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ അത് ഇന്നലെ രാത്രി ആ സോനെ, ഞാൻ നിന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അമ്മ അവിടെ എത്തിയോ? ആ എത്തി. ഞാൻ ഫോൺ അമ്മയ്ക്ക് കൊടുക്കാം. ആ ദാ. അമ്മ അമ്മ എന്ത് പണിയായി കാണിച്ചേ? ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്നോടൊരു വാക്ക് പോലും പറയാതെ അമ്മ എന്തിനാ ഈ രാത്രിയിൽ ഇറങ്ങിപ്പോയത്? നീ ഇപ്പൊ നിന്റെ മുറിയിലാണോ? അതെ. നീ ആ മുറി തുറന്ന് വെളിയിലോട്ടൊന്ന് ഇറങ്ങ്. ആ ശരി അമ്മ. ആ പറയാമേ, ഞാനിങ്ങോട്ട് ഇറങ്ങി. അല്ല, നിന്റെ മുമ്പിൽ ഇപ്പൊ ആരൊക്കെയുണ്ട്? ഇവിടെ ആരും ഇല്ലമ്മേ. അമ്മ കാര്യം പറഞ്ഞോ? ഇപ്പൊ ആ വീട് അനന്തമാഷിന്റെ പഞ്ചരത്നം വീട് പോലെ തോന്നില്ലേ നിനക്ക്? പണ്ട് ഞാനും നീയും നിന്റെ കൂടപ്പറപ്പുകളും സന്തോഷത്തോടെ ജീവിച്ച വീടാണോ ഇപ്പൊ അത്? അല്ല, അതിപ്പോ വേറെ വീടാ. ഞാൻ ഇന്നലെ ആ വീട്ടിൽ വന്നത് ഒരു വിരുന്നുകാരിയായിട്ടാണോ? ഡാ, അങ്ങനെയാണോ നീയും എന്നെ കരുതിയിരിക്കുന്നേ? എന്താ അമ്മ ഈ പറയുന്നത്? ഇത് അമ്മയുടെ വീടല്ലേ? ഇവിടെ അമ്മയേക്കാൾ അധികാരം വേറെ ആർക്കാ ഉള്ളേ? എന്റെ വീട്ടിൽ ഞാൻ ഇന്നലെ ഒരു അന്യെ പോലെ കഴിയായിരുന്നു. ഒരു കാര്യത്തിന് എന്നോടൊരു അഭിപ്രായം പോലും ചോദിക്കാതെ ആനന്ദമാഷും മക്കളും ആ വീടെങ്ങും സ്വന്തമാക്കുമായിരുന്നു. നീയും നിന്റെ ഭാര്യയും കൂടി മുറി കയറിയിരുന്ന് അവർക്ക് കൂടുതൽ സൗകര്യമായിട്ട് നിന്നെയും അവളെയും താങ്ങിക്കൊണ്ട് നടക്കുമ്പോ അവറ്റകൾ മുഴുവൻ എനിക്കൊരു വിലയും തരാതെ എന്നൊരു മൂലക്കിരുത്തിയേക്കുമായിരുന്നു. എന്താടാ നീയും അവരൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ എന്റെ മോളുടെ കൂടെ താമസിക്കാൻ വന്നു എന്ന് വെച്ച് നിങ്ങൾക്കൊക്കെ അവിടെ ഇനി എന്തു ആകാമെന്നോ? അയ്യോ അമ്മേ, ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് തോന്നിയാ അമ്മയ്ക്കത് എന്നോട് പറയാറുന്നില്ലേ? എന്തിനാ അമ്മ ഇറങ്ങിപ്പോയത്?